പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, പറയൂ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ചർച്ചാ വിഷയം മാത്രമല്ല, എനിക്ക് കുറച്ച് അറിവ് കിട്ടാനും കൂടിയുണ്ട്. കുലം എന്നാൽ എന്താണ്? ശരിക്കും കുലമല്ല, ഗോത്രമാണ്. ഗോത്രം. കുലം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കുലത്തിലാണ് ജനിച്ചത് എന്ന് പറയുന്നതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോത്രം. പലപ്പോഴും നമ്മൾ നോർത്തിലുള്ള അമ്പലങ്ങളിൽ പോകുമ്പോൾ, കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോർത്തുകളിലേക്കുള്ള അമ്പലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുക ഗോത്രം ഏതാണെന്നാണ്. എന്താണ് ഗോത്രം? നമ്മളുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ എല്ലാം ഒരു മുനി പരമ്പരയിൽ നിന്ന് ജനിച്ചവരാണ്. ഓരോരോ മുനികളിൽ നിന്ന് ജനിച്ചവരാണ്. അത് 5 കുലത്തിൽ നിന്ന് ജനിച്ചവർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വസിഷ്ഠൻ, ഭരദ്വജൻ, കശ്യപൻ എന്നൊക്കെ പറയുന്നത് ഓരോ മുനികളാണ്. ഇതൊക്കെ ഓരോ ഗോത്രങ്ങൾ, ഇവരുടെ പരമ്പരയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവര് ഓരോ പരമ്പരകൾക്കും ഓരോ അടിസ്ഥാന പ്രകാരം അവരുടെ രാജ്യം കാക്കുക അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുക, അങ്ങനെ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഗോത്രം എന്ന് പറയാം. അപ്പം നിങ്ങൾ ഏത് ഗോത്രത്തിലാന്ന് ചോദിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഏത് കുലത്തിലെ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളൂ. അപ്പം ഗോത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ഗോത്ര പരമ്പര പ്രകാരമായിരിക്കണം നിങ്ങളുടെ, അവരെന്തുകൊണ്ട് അത് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗോത്രപ്രകാരമായിരിക്കണം നിങ്ങളുടെ പൂജകൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ഓരോ ഗുരു പരമ്പരകൾക്കും ഇഷ്ടപ്പെട്ട രീതിയുണ്ട്, നിങ്ങളുടെ തൊഴിലുകളുടെ ഇഷ്ടപ്പെട്ട രീതികളുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഇത് നിങ്ങളുടെ തൊഴിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ദേവൻ അല്ലേ? അതുപോലെ തന്നെ ആ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ആ ഗോത്രത്തിന്റെ ഈശ്വര സങ്കല്പവും. ശരിയാണോ? അപ്പൊ ആ ഈശ്വര സങ്കല്പം അതായത് കൊണ്ട് നിങ്ങളുടെ പൂജാരീതികളും ആ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും, ആ സങ്കല്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി. ദൈവം എന്ന് പറയുന്നേക്കാളും നല്ലത് സങ്കല്പം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ ആ സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ ആ ഗോത്രത്തിന്റെ പൂജാരീതികളും. അപ്പൊ നിങ്ങൾക്ക് വടക്കൻ കേരളം, അതായത് കേരളത്തിൽ നിന്ന് വടക്കോട്ട് പോകും തോറും, അതായത് നോർത്ത് സൈഡിലേക്ക് പോകും തോറും നിങ്ങളുടെ ഓരോ അമ്പലക്കാരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയാ നിങ്ങളുടെ ഗോത്രം ഏതാണെന്ന് ചോദിക്കുക. അല്ലാണ്ട് നിങ്ങളുടെ നാൾ ഏതാ ചോദിക്കില്ല, നിങ്ങളുടെ കുലം ഏതാന്ന് ചോദിക്കില്ല. ഇതൊന്നുമില്ല. ഇവിടെയാണ് നമ്മളുടെ കേരളത്തിലാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുക ഏതാ നാളും പേരും പറഞ്ഞ് ഇയാൾ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ് നമ്മളുടെ സങ്കല്പം. നമ്മൾ കുറച്ചുകൂടി ചെറിയ വക്കിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മൾ സ്വയം നമ്മളുടെ കേരളത്തുകാരെ, ദ്രവീഡിയന്മാരെ ചിന്തിക്കുന്ന ഒരു വംശത്തിനെ നമ്മൾ സ്വയം ചിന്തിക്കുന്നത് നമ്മൾ ക്ഷത്രിയന്മാരാണെന്നാണ്. ക്ഷത്രിയ കുലത്തിൻ്റെ ദേവഗണങ്ങളെയാണ് നമ്മളുടെ കുലദൈവമായിട്ട് കണക്കൂട്ടുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ആസ്ട്രോളജറുടെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ആസ്ട്രോളജർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ചോദിക്കും. ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് എന്താ? ആരാണ് ഈ കുടുംബക്ഷേത്രത്തിൽ? 90% ഭഗവതിയായിരിക്കും, 95% ഭഗവതിയായിരിക്കും. വളരെ റെയറായിട്ടാണ് വേറെ വല്ല ഒരു മെയിൽ സങ്കല്പം വരുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ അവർക്കും മാക്സിമം ദൈവീ സങ്കല്പമാണെങ്കിൽ പോലും ചിലവർക്ക് കണ്ടാകർണൻ അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അത് മാറ്റിവെച്ചാൽ 95% ക്ഷത്രിയ കുലങ്ങളിലും ബ്രാഹ്മണ കുലങ്ങളിലായാലും നിങ്ങളുടെ കുലദൈവം എന്ന് പറയുന്നത് ദൈവീ സങ്കല്പമായിരിക്കും. അപ്പോൾ നായർ, കൈമൾ ആ ഒരു വർഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വനദുർഗ എന്നുള്ള സങ്കല്പമായിരിക്കും 90. അപ്പൊ ഞാനത് നോക്കാണ്ട് തന്നെ ചേച്ചിയുടെ വനദുർഗ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരിയാണോ? അത് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ആ കുലത്തിൽ, ക്ഷത്രിയ കുലത്തിൽ പെട്ടതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വനദുർഗയാവും, അല്ലെങ്കിൽ ദേവി. അതിന് പല പേരുകളും നമ്മൾ കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുലദൈവം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വിഭാഗത്തിൽപ്പെട്ടത് പാതിരട്ടക്കാവിലാണ് എന്ന് പറയുമ്പോഴും അത് വനദുർഗയാണ്, ദുർഗാസങ്കല്പം തന്നെയാണ്. അപ്പോൾ ഒറ്റ സങ്കല്പമാണ്. അപ്പോൾ ഗോത്രം എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. ഗോത്രം എന്ന് പറയുമ്പോൾ നമ്മൾ 5 മുനി പരമ്പരയിൽ നിന്ന് ഓരോ ജനറേഷൻ വൈസ് നമ്മൾ പരന്നു വന്ന് ഇന്ന് പല തൊഴിലുകൾ ചെയ്ത് പല ആൾക്കാരായിട്ട് ജീവിക്കുന്നവരാണ്. ഒരു ബേസിക് ഐഡിയ കിട്ടിയോ? കിട്ടി. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താണെന്നുള്ളത്
പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോവാം, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കണ്ടിന്യൂ അല്ല ഞാൻ പറയാം ഇനിയുള്ള സംശയങ്ങളാണ്. നമ്മളുടെ അറിവില്ലായ്മകളാണെങ്കിൽ പ്രേക്ഷകർ നമ്മളോട് പൊറുക്കണം. പൊങ്കാല ഇടാൻ ആരും വരരുത്. നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പണ്ട് പൂജ ചെയ്തിരുന്നത് നമ്പൂതിരിമാരാണ്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും പൂജ ചെയ്യാമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പൂജ ചെയ്യുന്നവരെല്ലാം മിക്കവാറും പഴയ ആളുകളുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്തിടെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ പഴയ ആൾക്കാരെ കണ്ടു. ഇന്ന് പൂജ ചെയ്യുന്നവരെല്ലാം പഠിച്ച് അത് പഠിച്ച് ഒരു തൊഴിലായി പഠിച്ച് എടുത്ത് പൂജ ചെയ്യുന്നവരാണ്. അവിടെ കാസ്റ്റ് പറയല്ല, കാസ്റ്റ് നോട്ടം ഇല്ലാതെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ പഴയ തലമുറയിൽ പൂജ ചെയ്തിരുന്ന ആളുകൾ എങ്ങനെയാണ്? ഒരാളുടെ കഴിയുമ്പോൾ ആ താളിയോലയിൽ പഠിച്ച അതെല്ലാം അടുത്ത തലമുറയിലേക്ക് മാറി അല്ലേ? അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? അങ്ങനെയല്ലേ ചെയ്തുകൊണ്ട്? ഇന്ന് അതല്ല. ഇന്ന് പഠിച്ച് ഏത് ക്ഷേത്രങ്ങളിലും ആർക്കും പൂജ ചെയ്യാമെന്നൊരു അവസ്ഥയിലേക്ക് വന്നു. ഇതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും 101% യോജിക്കണം. ഒരു ബ്രാഹ്മണനാണെങ്കിൽ പോലും ഒരു ക്ഷത്രിയനാണെങ്കിൽ പോലും ഏത് കുലത്തിൽപ്പെട്ടതാണ്, ഏത് നീച ജാതി ആയാലും, ഏത് നീച ജാതി എന്ന് പറഞ്ഞിട്ടൊരു ജാതി ഇല്ല എന്നേ നമ്മൾ തെറ്റായി കാണുന്ന ഒരു ഇതാണത്. നീച ജാതി എന്ന് പറഞ്ഞിട്ടൊരു ജാതി ഇല്ല. തൊഴിൽ പ്രകാരമായിട്ട് നമ്മളെ ജാതികളിൽ വേർപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മം ആർക്ക് കിട്ടിയോ അവൻ ബ്രാഹ്മണൻ, അറിവ് ആർക്ക് കിട്ടിയോ അവൻ ബ്രാഹ്മണൻ. അത് നമ്മൾ ഇന്ന് ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന്. ഒരു അത് ഞാൻ വളരെ ഇതായിട്ട് പറയാം. ചോദിച്ചോളൂ. അത് ചോദിക്കും. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഗുരുവായൂർ തന്നെ എടുക്കാം. നമ്മുടെ പ്രശസ്തനായ നമ്മളെല്ലാവരും ആരാധിക്കുന്ന യേശുദാസ് എന്ന ഗാനഗന്ധർവനെ ഈ നിമിഷം വരെ ഗുരുവായൂർ അമ്പലത്തിനകത്തേക്ക് കയറ്റിയിട്ടില്ല. അത് ഒരു എന്താണ് അതിന് കാരണം? അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസത്തിന്റെ സങ്കല്പത്തിനേക്കാളും കൂടുതൽ ജനങ്ങളുടെ കമ്മ്യൂണൽ പ്രശ്നമാണ്. അത് കമ്മ്യൂണൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനങ്ങൾ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു തോന്നൽ മാനേജ്മെൻറ്റിന് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണത്. അല്ലാണ്ട് യേശുദാസ് കയറിയാലും അവിടെ പ്രശ്നമില്ല, ഇനി അബൂബക്കർ കയറിയാലും അവിടെ പ്രശ്നമില്ല. പക്ഷേ അവിടെ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്ത്, അതാണ് ഞാൻ പറയാൻ വന്നത്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, അതൊരു മതമാണോ? അല്ല. ഞാൻ പറയുന്ന അതൊരു ജാതിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, മതമല്ല. പിന്നെന്താണ്? ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ എനിക്ക് പറഞ്ഞുതരാം. ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ്, അതൊരു ചര്യയാണ്, അതൊരു രീതിയാണ്. അതെങ്ങനെ ആ ഹിന്ദു രീതികളിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഹിന്ദു ആവാം. അതിന് അബൂബക്കർ എന്ന് വ്യത്യാസമില്ല, അതിന് യേശുദാസ് എന്ന് വ്യത്യാസമില്ല, അതിന് സൂര്യ എന്ന് വ്യത്യാസമില്ല, അതിന് സരോജം എന്ന് വ്യത്യാസമില്ല. പക്ഷെ എന്തുകൊണ്ടാണ്, എന്റെ ചോദ്യം അതാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഇതൊന്നും ഇല്ല, ഭഗവാന് ജാതി. അവിടെയാണ് പറഞ്ഞത്, ഈ ജനങ്ങൾക്ക് ഇത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എത്രയോ ക്രിസ്ത്യാനികൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്, എത്രയോ മുസ്ലിമുകൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്, എത്രയോ ജൂതന്മാർ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. പക്ഷേ ഇത് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിനോട് വിശ്വാസമുള്ള ഒരു വിശ്വാസി സമൂഹത്തിന് അത് തെറ്റായൊരു സന്ദേശം, ഞാൻ തെറ്റാണെന്നല്ല പറഞ്ഞത്, അദ്ദേഹം കയറുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്, അത് തെറ്റായ ഒരു സന്ദേശം ഉളവാക്കുന്നതായതുകൊണ്ട് അദ്ദേഹത്തിനോട് അത് ആക്ച്വലി ഒരു റിക്വസ്റ്റാണ്. അദ്ദേഹത്തിനോട് താങ്കൾ കയറി അതൊരു തെറ്റിദ്ധാരണ പരത്തരുതെന്ന്. അല്ലാണ്ട് വിലക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് താങ്കൾ അവിടെ കയറാണ്ടിരിക്കൂ, അത് നമ്മുടെ വിശ്വാസി സമൂഹത്തിൽ തെറ്റായ ഒരു ധാരണ വളർത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പുള്ളി ഹിന്ദു വിശ്വാസിയാണ്, പുള്ളി ഹിന്ദു ആണ്. ഹിന്ദുക്കൾ നമ്മളുടെ പുരാണങ്ങളിൽ വ്യക്തമായിട്ട് നമ്മുടെ പുസ്തകങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അറിവാണ് ബ്രഹ്മം. അറിവ് ശേഖരിക്കുന്നവൻ, അറിവിനെ അറിയുന്നവൻ, അവൻ ബ്രാഹ്മണനാണ്. അപ്പോൾ ഏത് ബ്രാഹ്മണനും അവിടെ പൂജ ചെയ്യാം. അതായത് ഏതവനും അറിവുണ്ടായാൽ അവിടെ പൂജ ചെയ്യാം ബ്രാഹ്മണൻ. പിന്നെ ഒരു മൂർത്തി സങ്കല്പമുണ്ട്.
ഏതൊരു മൂർത്തി സങ്കല്പത്തിനും നിങ്ങൾ ഒരു കൊല്ലൻ്റെ മൂർത്തിനെ പോയിട്ട് ഞാൻ കൊല്ലനല്ലാണ്ട് പൂജിക്കുമ്പോൾ അവിടെ എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ കമ്പ്യൂട്ടറിൽ പണിയെടുക്കുന്നവൻ പോയിട്ട് ഉളിനെയും മരം മുറിക്കുന്ന മറ്റേ അതിനെയും പൂജിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഗുണമാണ് അവിടെ കിട്ടാൻ പോകുന്നത്? പറയൂ. എനിക്ക് അതുകൊണ്ട് എന്ത് ഗുണം കിട്ടും? വേണ്ട, ഇത് നമ്മളുടെ മുമ്പിൽ ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറോ ആയിട്ട് ഇരിക്കുന്ന വ്യക്തി, ആ വ്യക്തി വീഡിയോഗ്രാഫിയാണ് പുള്ളിയുടെ ജോലി ആണല്ലോ. ആ വ്യക്തി പോയിട്ട് നാളെ മറ്റേ ബാരക് ഷോപ്പിൽ, അതായത് കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ളും ഗ്ലാസ്സിനെ പൂജിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ആത്മസമർപ്പണം നമുക്കുണ്ടാവും. അതാണ് ആത്മസമർപ്പണമാണ് പൂജ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പൂജാവിധി പ്രകാരം നമ്മളുടെ ഓരോ സങ്കല്പത്തിനെയും പ്രാണപ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. എന്ത് പ്രതിഷ്ഠയാണ്? പ്രാണപ്രതിഷ്ഠയാണ്. അപ്പൊ എന്താണ് അവിടെ ആ തിരുമേനി പ്രതിഷ്ഠിക്കുന്നത്? ആത്മസമർപ്പണം എവിടെയും. അത് കമ്പ്യൂട്ടറെന്നോ ക്യാമറ എന്നോ അല്ല. ഒരു കട്ടൻ ചായ, സൂര്യന്റെ വീട്ടിൽ വന്നിട്ട് ഒരു കട്ടൻ ചായ ഞാൻ തരുവാണെങ്കിലും അത് തരുമ്പോൾ നമ്മളൊരു ആത്മസമർപ്പണം അതിനകത്തുണ്ടാകും. അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രാണനെ, എൻ്റെ ഉള്ളിലെ പ്രാണത്യാഗം പ്രാണത്യാഗമല്ല, പ്രാണന്റെ ശക്തിയെ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ വസ്തുവിലേക്ക് ആവാഹിച്ച് വെക്കുന്നു. അതായത് ഞാൻ അങ്ങോട്ട് ത്യാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തുന്നു. അതിൽ ഓരോ വരുന്ന ഭക്തനും അതുപോലെ. നിങ്ങൾ കുറച്ച് മുമ്പേ വേറൊരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു, എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്നല്ലേ? എന്താണ് പോസിറ്റീവ് എനർജി? അവിടെ വരുന്ന ഓരോ വ്യക്തിയും തൻ്റെ പ്രാണൻ പ്രതിഷ്ഠിക്കുകയാണ്. പുറത്തു നിന്നുകൊണ്ടോ അകത്ത് നിന്നുകൊണ്ടോ ആ ചൈതന്യത്തിലേക്ക് അർപ്പിക്കുകയാണ് സ്വയം. എന്നിട്ട് അതിൽ നിന്നൊരു മനതൃപ്തി നേടിയിട്ടാണ് പോകുന്നത്. ആ ഒരു പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നു. ചിലയിടത്ത് പോകുമ്പോൾ നെഗറ്റീവ് ഫീലും ഉണ്ടായിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അതാണ് പറഞ്ഞത്. ചിലപ്പോൾ നെഗറ്റീവ് അല്ല, ചിലപ്പോൾ ഈ പോസിറ്റീവ് തന്നെ ഓവർ പവർ ആവുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ പ്രേതത്തിനെയും പിശാചിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടില്ലേ? ഈ പ്രേതം പിശാചികൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് കാണുന്നതാണ്. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ രക്ഷപ്പെടാം അല്ലേ? കയറൂല അവര്. എന്തുകൊണ്ട് കയറില്ല? അവർക്ക് എന്താ, അത് അമ്പലം നിറഞ്ഞിട്ടാണോ? അപ്പൊ ഒരു കാലത്ത് ആ അമ്പലം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. അതാണ് മനുഷ്യ സങ്കല്പം. പ്രേതം പിശാചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? സത്യം പറയുമ്പോ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. ആഗ്രഹമുണ്ട്. നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ അവിടെ പ്രേതമുണ്ട്. കാരണം നിങ്ങളിൽ തന്നെയാണ് ദൈവം. നിങ്ങളിൽ തന്നെയാണ് ദൈവം. ആ പ്രേതവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആണ്. നിങ്ങൾ മരിച്ചാൽ പ്രേതമാവുന്നു. നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് മരിച്ചാൽ നിങ്ങൾ പ്രേതമാണ്. നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് മരിച്ചാൽ നിങ്ങൾ പ്രേതമാണ്. അതായത് നിങ്ങൾക്ക് വിശ്വാസമില്ലാണ്ടായി കഴിഞ്ഞാൽ ഇരിക്കുന്ന തേജോസുള്ള വിഗ്രഹത്തിലും ആ പരിസരത്തിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പ്രേതമാണ്. നിങ്ങൾ പ്രേതമാണ്. ബിക്കോസ് നിങ്ങൾ തന്നെ നെഗറ്റീവായിട്ടാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾ നെഗറ്റീവ് ആയതുകൊണ്ടാണല്ലോ ആ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റാത്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില മന്ത്രിമാരൊക്കെ അമ്പലത്തിൽ പോയി നിന്നിട്ട് ഇങ്ങനെ നിന്നു. എന്തുകൊണ്ട് നിന്നു? അവർക്ക് അതിൽ വിശ്വാസമില്ല. പൊങ്കാലയുടെ കാര്യമല്ല, അത് വിശ്വാസമില്ല. അത് അവരുടെ അതിന് പ്രേതം എന്ന് വിളിക്കുന്നേക്കാളും നല്ലത് അത് അവരുടെ കാഴ്ചപ്പാടാണ്. നമ്മളത് വിട്ടുകൊടുത്തേക്കുക. നമുക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷേ നിങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, നിങ്ങൾ പോസിറ്റീവ് വൈബുള്ള എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര പോസിറ്റീവ് വൈബുള്ളിടത്ത് പോയാലും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പിശാചാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ പറയാം, എനിക്ക് ക്ഷേത്രങ്ങൾ ഒരുപാട് പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പഴയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയാൻ, ക്ഷേത്രത്തിന്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടമില്ല. ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ കസിൻ ബ്രദറും കൂടെ ആരോ പറഞ്ഞു കേട്ടിട്ട് ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയതാണ്. സത്യം പറയാം, ഞാൻ അവിടെ ചെന്നിട്ട് പേടിച്ചോടിപ്പോന്നു. പേടിയെന്ന് പറഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ സാധാരണ അമ്പലത്തിലേക്ക് നമ്മൾ കാല് വെക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാകും. ആ തീർത്ഥം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു എന്തോ അറിയില്ല, ഒരു വല്ലാത്തൊരു ഫീല്. കുറെ നേരം കൂടി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. പോകാന്ന് പറഞ്ഞ് പോന്ന് പിന്നെ ആ ക്ഷേത്രത്തെ കുറിച്ച് ഞാനൊന്ന് പഠിക്കാൻ തുടങ്ങി. എന്താണത്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെയും ഞാൻ ഇടയ്ക്ക് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, നമ്മൾ ഒരാളെയും ദ്രോഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഇല്ല. നമ്മളെപ്പോഴും നല്ലത് ചിന്തിക്കുക, നല്ലത്. ഈ ക്ഷേത്രത്തിൽ പോയപ്പോൾ നെഗറ്റീവ് ഫീൽ അടിച്ചു. അടിച്ചു, അതൊരു സത്യമാണ്. എനിക്ക് ഒരു എന്തോ ഒരു ആ ക്ഷേത്രത്തിൽ പേര് പറയില്ല. എത്ര വർഷം മുമ്പെയാണ്? എനിക്ക് തോന്നുന്നു ഒരു 10-18 വർഷം മുമ്പൊക്കെയാണ്. ആ ക്ഷേത്രത്തിൽ ഗുരുതി നടക്കുന്ന ക്ഷേത്രമാണോ? അതെങ്കിലും പറയാലോ. ഗുരുതി നടക്കൂ, അതായത് മൃഗഗുരുതിയോ മറ്റു നടക്കുന്ന ക്ഷേത്രമാണോ? അതായത് ഉണ്ട്, ചെറുതായിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. വ്യക്തമായിട്ട് അതിനെ കുറിച്ച് എനിക്ക് ഒരു അറിവില്ല. പക്ഷെ അത് അവിടെ നടന്നിരുന്ന ഒരു പക്ഷേ അങ്ങനെ ഒരു ക്ഷേത്രമായിരുന്നേക്കാം, അല്ലെങ്കിൽ ആണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് കുറച്ച് ഫാമിലി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്ത്, ആ നാട്ടുകാരിയാണ്. അപ്പൊ എനിക്ക് തോന്നി ഒന്നിനും വേണ്ടിയല്ല, നമുക്ക് നമ്മളുടെ കുടുംബം തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടി ഞാൻ അവിടെ പോയി ഇടയ്ക്ക് തൊഴുവാറുണ്ട്, അവിടെ പോയി പ്രസാദം കഴിക്കാറുണ്ട്. പക്ഷെ അന്നേരം ആ നെഗറ്റീവ് ഉണ്ടായിരുന്നത് കുറച്ചങ്ങ് മാറി. എനിക്ക് മാത്രമല്ല, ആ ക്ഷേത്രം തന്നെ മൊത്തം മാറിയിരുന്നു. ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, 100% എനിക്ക് പോസിറ്റീവ് ഒന്നും അവിടെ നിന്ന് കിട്ടാറില്ല. എന്തോ ഒരു നെഗറ്റീവും ഒരു ഭയവും ഉണ്ട്. പക്ഷേ നമ്മളുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുമല്ലോ. ഞാൻ ആ നടക്കി നിന്ന് ഒരാളോടും ദ്രോഹം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാറില്ല. നമ്മൾ നല്ലതിനാണ് ഇവിടെ വന്നത്. കൈകൂപ്പി തൊഴുതു വണങ്ങി തരുന്ന പ്രസാദം അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ച് നമ്മളെങ്ങും പോരും. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി അനുഭവപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. ഈ അടുത്തിടെ ഞാൻ ഹരിപ്പാട് സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോയി. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറി ചെല്ലുന്നപ്പോൾ ഭയങ്കര തിരക്കാണ് നടയിൽ. അപ്പം എൻ്റെ കയ്യിൽ വഴിപാട് കഴിക്കാനുള്ള തട്ടമുണ്ട്, തട്ടം മാത്രമേ ഉള്ളൂ, നാരങ്ങാമാലയല്ല, ശൂലമെല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ട് എനിക്കങ്ങ് കൊടുക്കാൻ പറ്റുന്നില്ല, തിരക്ക് കൊണ്ട്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുക, എനിക്ക് തൊഴണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രതിബിംബം നോക്കി മനസ്സിലേക്ക് വഹിച്ചെടുത്തിട്ടായിരിക്കും മനസ്സിലേക്ക് അതെടുക്കും, എന്നിട്ടായിരിക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ തിരക്കൊണ്ട് മനസ്സിൽ നമ്മളങ്ങനെ വിചാരിക്കുക, തൊഴാനും പറ്റുന്നില്ല, ഇത് കൊടുക്കാനും പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചപ്പോൾ ആരോ ഒരാൾ എന്നെ പിറകിലോ എന്നിങ്ങനെ തോണ്ടി. കംപ്ലീറ്റ് ആണുങ്ങളാണ്, സ്ത്രീജനങ്ങൾ കുറവാണ്. അങ്ങോട്ട് കയറി നിന്നിട്ട് അത് വെച്ച് തൊഴുതോളൂ. ഞാൻ കയറി നിന്ന് തൊഴുതു, അതെല്ലാം പൂജിച്ച് ഞാൻ നോക്കുമ്പോൾ കുറേ ആളുകളുണ്ട്. ഇതിലും തട്ടത്തിലും മാത്രം വലിയൊരു നാരങ്ങാമാല എനിക്ക് തന്നു. അപ്പം എൻ്റെ കൂടെ ഒരു ആചാര്യനുണ്ടായിരുന്നു, ഞാൻ നേരത്തെ സംസാരിച്ച ഹരിപ്പാട് വേണുജി എന്ന് പറഞ്ഞൊരു ആചാര്യനും കൂടി. ഞാൻ വേണുജിയോട് പുറത്തിറങ്ങി തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, വേണുജി ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് അമ്പലത്തിൽ വന്നപ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് ചില ക്ഷേത്രങ്ങളിൽ ചിലർ വരുമ്പോൾ ഇതുണ്ടാകും. ഞാൻ പറഞ്ഞു, എനിക്ക് ആർക്കും കൊടുത്തില്ല, എനിക്ക് മാത്രമേ ഈ നാരങ്ങാമാല കിട്ടി. അതായത് 2 ചോദ്യങ്ങളാണ് ഇവിടെ വന്നത്. ഒന്ന്, ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ നെഗറ്റീവ് വൈബ് അടിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഉണ്ടായിരുന്നു, അവിടെ കുരുതി നടക്കുന്ന ക്ഷേത്രമാണോ ആയിരുന്നോ ആണോ എങ്ങനെയായിരുന്നു? എനിക്ക് വ്യക്തതയില്ലായിരിക്കാം, പക്ഷെ എന്നാലും എന്തോ നിങ്ങൾ കേട്ടറിവിലെങ്കിലും ഉണ്ട്. ഓക്കെ, അത് തുറന്നു പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അത് ഏതാ ക്ഷേത്രം നമ്മളിവിടെ വെളിവാക്കുന്നില്ലല്ലോ. രണ്ടാമത്തെ ക്ഷേത്രത്തിൽ പറഞ്ഞാൽ അവിടെ ഒരു കുരുതിയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്ന ഒരു ക്ഷേത്രമേ അല്ല. അമാവാസിയുടെ അന്നാണ് അവിടെ കുരുതി അല്ല, ഈ കോഴിവെട്ട് പോലെ. അതാണ് കുരുതി എന്ന് പറയുന്നത്, മൃഗകുരുതി എന്ന് പറയുന്നത് അതാണ്. പിന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ നിങ്ങൾ പറയുന്നു അവിടെ ഒരു ഗുരുതിയോ കാര്യങ്ങളോ ഒന്നും നടക്കാത്ത ഒരു ക്ഷേത്രമാണ്. തികച്ചും മറ്റേ ഒരു തെറ്റായ ഒരു രീതിയിലല്ലാണ്ട് നല്ല രീതിയിൽ പ്രാണപ്രതിഷ്ഠ മാത്രം നടത്തി അതിലൂടെ പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രം മാത്രമാണ്. മറ്റിടത്തും പ്രാണപ്രതിഷ്ഠ തന്നെയാണ് നടത്തുന്നതെങ്കിൽ പോലും അവിടെ കുരുതിയിലൂടെയാണ് ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്നത്. അത് ഒരു വിഭാഗത്തിൻ്റെ ചിന്താധാര, ഇത് മറ്റൊരു വിഭാഗത്തിൻ്റെ ചിന്താധാര. പക്ഷേ എന്തുണ്ടാവുന്നു വെച്ചെങ്കിൽ, ആക്ച്വലി ഗുരുതി എന്ന് പറയുന്ന ഒരു സങ്കല്പം എവിടെ നിന്നാണ് ഉടലെടുത്തതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ഗുരുതി നടക്കുമ്പോൾ എന്തുണ്ടാവുന്നു വെച്ചെങ്കിൽ, അവിടെ ഒരു വേദന, ഒരു പ്രാണൻ അവിടെ വേദനിക്കുന്നുണ്ട്. നിരവധി പ്രാണനുകൾ അവിടെ വേദനിക്കുന്നുണ്ട്. നമ്മൾ നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ നോൺ വെജ് വെക്കരുതെന്ന് പറയുന്നതിൻ്റെയും മറ്റൊരു കാരണം, പ്രാണനുകൾ വേദനിക്കും തോറും
നമ്മളുടെ വീട്ടിലാണ് ആ കുരുതി നടക്കുന്നതെങ്കിൽ അവിടെ അതിന്റെ നിലവിളി ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാത്ത ഡയമെൻഷനിൽ നടക്കുന്നുണ്ടാവും. സത്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ അതിന്റെ വൈബ് ഞാൻ പറയട്ടെ, ഒരു മരിച്ച വീട്ടില് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത വീട്, മരിച്ച ആൾക്കാർ, അല്ല ഒരു ആൾ മരിച്ചു, അവിടെ കുറേ പേര് കൂടിയിട്ടുണ്ട്, ആൾക്കാർ ഓളിയിട്ട് കരയണം, ഊരാവശ്യമില്ലാണ്ട് ഓളിയിട്ട് കരയണം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവേ കിട്ടുള്ളൂ. സത്യമാണ്. എത്ര നല്ല ഭംഗിയുള്ള കൊട്ടാരത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ ദിവസം നെഗറ്റീവ് എന്നല്ല, നമ്മളുടെ മനസ്സൊരു ഈ പോസിറ്റീവ് ഓളിയിടലിന്റെ അലച്ചൽ, സൗണ്ടിന്റെ വൈബ്രേഷൻ അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന കുറെ കാലഘട്ടമുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ അതിന് പറഞ്ഞു, വീണ്ടും മറ്റൊരു ദിവസം അതേ അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ് കിട്ടിയെന്ന്. എന്നാലും 100% എനിക്കത് കിട്ടിയെന്ന് പറയാൻ 100% അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് അവിടെ കിട്ടി എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് നിങ്ങൾ ഈ മറ്റേ മൃഗക്കുരുതി പൂർണ്ണമായിട്ടും സുപ്രീം കോടതി അബോളിഷ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടാവുക. ആ കാലഘട്ടത്തിലായിരിക്കും നിങ്ങൾ പോയപ്പോൾ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും, പൂജാരീതികളിലെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇപ്പൊ നടത്താൻ പാടില്ല എന്നാണ്, ആ ഏരിയയിൽ നടത്താൻ പാടില്ല എന്നാണ് അന്നേ. അതിനെ അമ്പലത്തിന്റെ പുറത്തു കൊണ്ടുപോയി നിങ്ങൾക്ക് എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലെവലിൽ ചെയ്യാം, പക്ഷെ അമ്പലങ്ങളിൽ നടത്താൻ പാടില്ല എന്നാണ് നിയമം. ഓക്കെ, അപ്പൊ ഹൈക്കോർട്ടിന്റെ റൂളിംഗ് വന്നിട്ടുണ്ട് അതിന്റെ മുകളിൽ. അത് കാരണം കൊണ്ടും അനിമൽ കുരുതികൾ, അത് മൃഗകുരുതികൾ നടത്താൻ പാടില്ല. മനുഷ്യകുരുതി നടത്താൻ പാടില്ല കേട്ടോ, മൃഗകുരുതികൾ മാത്രമല്ല. ഇനി മറ്റൊരു അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സയൻസ് ആണ് അവിടെ അഫക്ട് ചെയ്തത് നിങ്ങളെ. എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ തീക്ഷ്ണമായിട്ട് ഒരു കാര്യത്തെ മോഹിച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ അതിന് അല്ലല്ല മോഹിക്ക പറയാ, നിങ്ങൾ ആകെ ആഗ്രഹിച്ചത് എനിക്ക് തൊഴുവാൻ പറ്റുന്നില്ലല്ലോ, ഇത്ര ആളുകൾ ആ മനസ്സുകൊണ്ട് ഒരു നേരങ്ങളും നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നൊരു വാക്ക് നിങ്ങൾ ഉള്ളിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ കേൾക്കും. അല്ല, അതാണ് പറഞ്ഞത്, അതാണ് നിങ്ങളെ പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ടെലപ്പതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഈ ടെലപ്പതി, നിങ്ങൾ ചിലപ്പോ ഒരു മകൻ അല്ലെങ്കിൽ മകള് ദൂരത്ത് എവിടെയും കിടക്കണ, പെട്ടെന്ന് അമ്മേനെ വിളിക്കും, അമ്മ ഇപ്പൊ അമ്മ എന്തെങ്കിലും എന്നെ കുറിച്ചിട്ട് ചിന്തിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ നീ അറിഞ്ഞേ എന്ന് ചോദിക്കും. ഇതൊരു ടെലപ്പതിയാണ്. ഈ ഇരിക്കുന്ന വിഗ്രഹമോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും വ്യക്തിക്കോ നിങ്ങളുടെ ടെലപ്പതി കിട്ടിയിട്ടുണ്ടാവാം. അതുപോലെ ഗുരുവായൂർ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അനുഭവം. ഗുരുവായൂർ ഇതുപോലെ ഉത്സവ സമയത്ത് അവിടെ തൊഴാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ താമസിക്കുന്നുണ്ട്, കൂട്ടുകാരി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സന്ധ്യ നേരത്തെ ദീപാരാധനയൊക്കെ കണ്ട് തൊഴാൻ പോകുമ്പോൾ ക്യൂ നിൽക്കണമല്ലോ, അകത്ത് കയറിയിട്ടും ഭയങ്കര ക്യൂ ആണ്. ക്യൂ നിൽക്കുമ്പോൾ ചുറ്റുവിളക്ക് കത്തിക്കുന്നു എല്ലാവരും. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എനിക്കൊരാഗ്രഹമുണ്ട് അത് കത്തിക്കണമെന്ന്. നമുക്കറിയില്ല, അവിടെ ചെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം നമ്മളെ തട്ടി വിടുവാണല്ലോ. ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ അത് കിട്ടിയെങ്കിൽ നമുക്കും കത്തിക്കായിരുന്നല്ലേ. അപ്പോൾ കൂട്ടുകാർ കുറച്ചും കൂടി ദൂരെ നിൽക്കുന്നത്. ഇത് ആ മനസ്സ് ഗുരുവായൂരപ്പം കേട്ട പോലെ അയാൾ വന്നിട്ട് ഇരിക്കുക, കത്തിക്കണം. നമ്മളത് കേൾക്കാൻ നോക്കി. സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഉണ്ടായ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ആയിട്ട് പറയുന്നതിനോട് ഒരു ഇതേപോലെ ഒരു അനുഭവം എൻ്റെ അച്ഛനുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പുള്ളിക്കാരി ഇത് കണ്ടു. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, പുള്ളിക്കാരി പാടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എൻ്റെ കയ്യിൽ ഇത് പുള്ളിക്കാരി കാണും ഈ ചാനല് വിളിച്ചിട്ട്. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞേ, എൻ്റെ മനസ്സ് എങ്ങനെ ഗുരുവായൂരപ്പം കാണുന്നുണ്ടല്ലേ. എനിക്ക് ഒരു കാലത്ത് കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്കതല്ല. ഞാൻ എന്ത് ചോദിക്കുന്നു എനിക്ക് മനസ്സിലിരുന്ന് ഉത്തരം തരാറുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകണം. സത്യം. അതായത് നിങ്ങൾ അന്ന് ഇപ്പം പറഞ്ഞില്ലേ ചേച്ചി, അതായത് നിങ്ങൾ കരഞ്ഞു പിടിച്ച്, നിങ്ങൾ കരഞ്ഞിട്ടാ പ്രാർത്ഥിച്ചേ, നിങ്ങൾ ചിരിച്ചിട്ടല്ല എന്ന് പ്രാർത്ഥിച്ചേ. ഒറ്റ വാക്കില് നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. നമ്മൾ ചിരിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് മുമ്പ്, ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് എന്ന് വീണ്ടും വിശ്വസിക്കുക. സങ്കല്പം മാത്രമല്ല, ഒരു ജീവിച്ചിരുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അതിൻ്റെ എക്സാജറേറ്റഡ് ഫോം അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിൻ്റെയോ ഫോമാണ്. അതിനെ ആണോ പെണ്ണോ ആയിട്ട് കരുതി നിങ്ങൾ സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രാണമാണ്. അത് ചിലപ്പോൾ പ്രതിഷ്ഠിക്കുന്ന ആ വ്യക്തി തന്നെയായിരിക്കും ആ രൂപം. പക്ഷേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നത് നിങ്ങൾ കരഞ്ഞുകൊണ്ട്
പറയാറുണ്ട്, അമ്മേ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് എന്തായാലും അനുഗ്രഹം. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നിങ്ങൾ ആ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിലും ദൈവമേ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിട്ടുള്ളൂ, കരഞ്ഞോണ്ട് ഞാനിങ്ങനെ കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളമിട്ടുണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും എനിക്ക് തന്നവരെ നിങ്ങൾ നശിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറയും. അത് നിങ്ങളുടെ മനസ്സാണ്. എത്ര പേർക്ക് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിനെ എതിർക്കുന്നു. ഞാൻ ഒരിക്കലും ഒരാളുടെ നാശം കാണാൻ ആഗ്രഹിക്കാറില്ല. നമുക്ക് പറ്റാത്തതാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോരും നമ്മൾ. എൻ്റെ ഒരു രീതിയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അനുഭവങ്ങളെ മാത്രം, നമ്മളുടെ പറവൂര് പ്രശസ്തമായ വെളുത്താട്ട് വടക്കൻ ചൊവ്വ ക്ഷേത്രമുണ്ട്. നമുക്കെന്താ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഡിപ്രഷനായിരിക്കും. ജോലിയുടെ ടെൻഷൻ വേറെ, 10-400 പേരെ ജോലി സ്ഥലത്ത് നമ്മൾ മാനേജ് ചെയ്യണം, കോടതിയിലെ കാര്യം വേറെ, അങ്ങനെ ഒത്തിരി മൈൻഡ് നിൽക്കില്ല ഒരു സ്ഥലത്തും. അങ്ങനെ ഒരു ദിവസം ഒന്നുമില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ വെളുത്താട്ട് നടക്കുന്നൊന്ന് തിരുമേനി കണ്ടു. തിരുമേനി എന്നെ ആശ്വസിപ്പിച്ചു, കരയല്ലേ കുട്ടി, എല്ലാം ശരിയാവും. ഇന്നും എനിക്ക് ഓർമ്മയുണ്ടത്. ഞാൻ അവിടെ ഒരു തേങ്ങ വഴിപാടുണ്ട്. തേങ്ങ മുട്ടിയിട്ട് എന്നോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേരൊന്നും ഞാനിവിടെ പറയാറില്ല, ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഒരുപാട് കയറി ഇടപെടുന്നു, എന്നും പ്രശ്നങ്ങളാണ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഒരിക്കലും ആ വ്യക്തിക്ക് നാശം സംഭവിക്കണം, നശിച്ചു പോകണം, ഒരിക്കലും ഞാൻ ഒരാളെയും അങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് മറ്റുള്ളവൻ്റെ വേദന കണ്ടാൽ എൻ്റെ വേദനയായിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. കൊറോണ ടൈമിൽ പോലും എല്ലാവരും ഭാര്യയ്ക്ക് ഭർത്താവിനെ പോലും വേണ്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഞാനെല്ലാവരും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് കൊറോണ വരുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഒരാളെ നോക്കുമ്പോൾ ഈശ്വരൻ എന്നെ നോക്കിക്കോളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ പ്രാർത്ഥനയും വഴിപാട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. സ്വാമി എന്നോട് പറഞ്ഞു, ഇന്നെ പൂജകൾ കഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോകും എന്ന് പറഞ്ഞു. സത്യം പറയാം, ഞാൻ ഇത്രയും ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇന്നും എനിക്കതിൽ. പക്ഷെ ആ വ്യക്തി സത്യം അതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല, താമസിക്കുന്നിടത്ത് നിന്ന് മേത്ത് ചൊറിച്ചിൽ വന്ന് അവിടെ നിന്ന് വിറ്റ് പോകേണ്ടി വന്നു. ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എനിക്കതിന് മുതൽ ഭയമായി. ഞാൻ എൻ്റെ ലൈഫ് നേരെയൊക്കെ എടുക്കാനേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവർക്ക് അങ്ങനെ വരണമെന്നോ അവരവിടെ നിന്ന് പോകണമെന്നോ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് അത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.